അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ അറബിക് സ്വീറ്റ് ആയിട്ടുള്ള ബസ്ബൂസയാണ് തയ്യാറാക്കുന്നത്. ഇതൊരു അറബിക് സ്വീറ്റ് ആണെങ്കിലും നമ്മൾ വീട്ടിലൊക്കെ എപ്പോഴും കാണുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കിത് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. നല്ല ഷുഗർ സിറപ്പൊക്കെ ചേർത്തിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു റവ കേക്ക്. സാധാരണ ഇത് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മളിത് ഓവനൊന്നും യൂസ് ചെയ്യാതെ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫ്രൈങ് പാനിൽ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒരു ബൗളിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ വറുത്തതായാലും വറുക്കാത്തതായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. അപ്പോൾ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്ക് സാധാരണ തേങ്ങ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കുന്നത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ 4 ടേബിൾ സ്പൂൺ ചേർത്ത് അധികം മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ, ചെറിയൊരു മധുരമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല മധുരം വേണമെങ്കിൽ 1/2 കപ്പ് വരെ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബേക്കിംഗ് പൗഡറൊക്കെ എല്ലായിടത്തേക്കും എത്തിയിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് എടുക്കുക കേട്ടോ. പിന്നെ തണുപ്പില്ലാത്ത തൈര് വേണം ഇതിലേക്ക് ചേർക്കാൻ. പിന്നെ 1/4 കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പ്, 1 കപ്പ് പാലും തണുപ്പില്ലാത്ത തന്നെ എടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളെ നമുക്ക് ഈ ബാസ്ബൂസ തയ്യാറാക്കാൻ വേണ്ടി ആവശ്യമുള്ളൂ കേട്ടോ. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. സാധാരണ ഇത് ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ഞാനിന്നത് ഓവനൊന്നും യൂസ് ചെയ്യാതെ ഒരു ഫ്രൈ പാനിൽ ഒഴിച്ചിട്ട് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു കട്ടിയിൽ വേണം ബാറ്ററി ഇരിക്കാൻ. അപ്പോൾ കൂടുതൽ കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളമോ പാലോ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാനിലേക്ക് ഒഴിക്കുന്നതിന് മുന്നായിട്ട് ഇതിൽ കുറച്ച് നെയ്യ് ഒന്ന് തടവി കൊടുക്കാം. സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം കേട്ടോ നെയ്യ്. സൈഡിലൊക്കെ നെയ്യാക്കി കൊടുത്ത ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പാനൊന്ന് ചൂടാക്കിയെടുക്കാം. പാനൊന്ന് ചൂടായി വന്നാൽ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ തീ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഈ ബാറ്ററി ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റും കൂടെ തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് തീ നന്നായിട്ട് കുറച്ചും വെക്കണം. ഇപ്പോൾ ബാറ്ററൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഒരേ ലെവലാക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞാൽ തീ നന്നായിട്ടൊന്ന് കുറച്ച് വെക്കണം. തീ കുറച്ചിട്ട് ഒരു 20 മിനിറ്റ് വെച്ച ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് ശരിക്കും വെന്തിട്ടില്ല കേട്ടോ, കുറച്ചും കൂടി ഒന്ന് വെന്ത് വരാനുണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കേണ്ട ഷേപ്പിൽ ചെറുതായിട്ട് കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. കട്ട് ചെയ്തെടുക്കണ്ട കേട്ടോ, ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. നമുക്ക് ഏത് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. ഇനി വരഞ്ഞു വെച്ചിട്ടുള്ള ഓരോ പീസിൻ്റെ മുകളിലായിട്ട് ഓരോ ബദാം വെച്ച് കൊടുക്കാം. ബദാം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ബദാമൊക്കെ എല്ലാ പീസിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റും കൂടെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. തീ കൂട്ടി വെക്കണ്ട കേട്ടോ, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1/2 കപ്പ് പഞ്ചസാര, പിന്നെ ഒരു 3 ഏലക്കായ ചതച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ ഒരു 5 മിനിറ്റും കൂടെ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒറ്റ നൂൽപ്പരുവൊന്നും ആവണ്ട കേട്ടോ, ഒരു 5 മിനിറ്റും കൂടി വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ടിത് ചെറുതായി ചൂടാറി വന്നതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതിൽ ചേർത്തുള്ള ഏലക്കായൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇത് വീണ്ടും വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ കത്തിയോ എന്തെങ്കിലും വെച്ച് കുത്തി വെക്കുകയാണെങ്കിൽ അറിയാം കേട്ടോ നമുക്ക് വെന്തിട്ടുണ്ടോയെന്ന്. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയുള്ള ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളിത് വരഞ്ഞു വെച്ചിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് ഷുഗർ സിറപ്പൊക്കെ ഇതിലേക്ക് പിടിച്ചു വരും.
ഈ ബസ്ബൂസ ചൂടാറുന്നതിന് മുന്നേ തന്നെ ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയ ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബസ്ബൂസ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. നമ്മളിത് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ മുകൾ ഭാഗം കൂടെ കുറച്ച് ഡാർക്ക് കളറായിട്ട് വരും. ഇത് കേക്കിൻ്റെ ഒക്കെ പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇനി നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ ചിരട്ടയിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഈ തേങ്ങ കുറച്ച് സമയം ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ പുറത്തെടുത്തിട്ട് തണുപ്പൊക്കെ ഒന്ന് മാറിയ ശേഷം കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചിരട്ടയിൽ നിന്ന് വിട്ട് കിട്ടും. തേങ്ങ പൊട്ടിച്ചിട്ട് വേണം ഫ്രീസറിൽ വെക്കാൻ. ഇനി തേങ്ങയുടെ പുറത്തുള്ള ഈ ബ്രൗൺ കളറൊന്ന് കളയണം. ഒരു പീലറോ കത്തിയോ ഉപയോഗിച്ചിട്ടൊന്ന് കളഞ്ഞാൽ മതി കേട്ടോ. ഇതുപോലെ ബ്രൗൺ കളറൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞ ശേഷം ഇതിൽ കറുത്ത പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴുകി കളയാം. എന്നിട്ടിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് പൊടിഞ്ഞു വരാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പീസാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഈ പൊടിച്ചെടുത്തിട്ടുള്ള തേങ്ങ ഒരു പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് കളറൊന്നും മാറിപ്പോവാതെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയെടുക്കണം. ഒരു 8-10 മിനിറ്റ് വറുത്തെടുത്താൽ തന്നെ ഇതിലുള്ള തേങ്ങാപ്പാലൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് ഡ്രൈ ആയി വരും കേട്ടോ. ഇതുപോലെ കുറച്ച് പൊടിഞ്ഞിട്ട് ക്രിസ്പി ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ കൂട്ടി വെക്കരുത് കേട്ടോ. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കളർ മാറിപ്പോവും. ഇങ്ങനെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും കേടാവില്ല കേട്ടോ. നമുക്ക് പല സ്വീറ്റ്സും ഡെസേർട്ട്സും ഒക്കെ തയ്യാറാക്കാൻ എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ബസ്ബൂസ തയ്യാറാക്കാൻ ഈ കോക്കനട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ബസ്ബൂസ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.